Well, ഈ വിഷയത്തെ ഞാൻ അത്ര ലഘുവായി ഏതെങ്കിലും തരത്തിൽ കേസെടുക്കരുത് എന്ന ലളിത യുക്തി കൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കണ്ടെത്തിയിരിക്കുന്ന നിഗമനങ്ങളുടെ പേരിൽ നമുക്ക് കേസെടുക്കണമോ, അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മൊഴികളുടെയും തെളിവുകളുടെയും പേരിൽ കേസെടുക്കണമോ എന്നുള്ളതാണ്. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 173 സെക്ഷൻ പ്രകാരം ഇന്ത്യയിൽ ഇത്തരത്തിലൊരു കോഗ്നിസിബിൾ ഒഫൻസ് നടത്തിയാൽ ഏതൊരു ഇൻഫോർമെൻറ്റിനും അഥവാ വിവരം കയ്യിലുള്ളയാൾക്കും ആ കുറ്റകൃത്യത്തെക്കുറിച്ച് രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കാം. അതാണ് 0 FIR. അങ്ങനെ 0 FIR ഇട്ട് കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏത് ജൂറിസ്ഡിക്ഷനുള്ള സ്ഥലത്തേക്കാണോ കേസ് നടന്നത് അവിടേക്ക് ആ കേസ് കൈമാറുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്യാം. അപ്പോൾ ഒരു ഇൻഫോർമെൻ്റ് ആവണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങൾ നേരിട്ടൊരു ഇരയല്ലെങ്കിൽ ഏതൊരു ഇൻഫോർമെൻറ്റിനും ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യത്തെക്കുറിച്ചൊരു കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് ഏത് പോലീസ് സ്റ്റേഷനിലും നിങ്ങൾക്ക് ഒരു കേസ് കൊടുക്കാം. ഇവിടെ ആരാണ് ഇൻഫോർമെൻറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ചർച്ച ഒരുപക്ഷെ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകാൻ വന്നിരിക്കുന്ന ആളുകളുടെ അവർക്കുള്ള ഈ കമ്മിറ്റിയിലും ഈ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിരിക്കുന്ന ഉദ്ദേശത്തിലുമുള്ള അവരുടെ ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്യാനും അവരുടെ നിലപാടിനെ ഒരുപക്ഷെ അവർക്ക് പിന്നോക്കം പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അതായത് അവരോടൊരു അനീതി കാട്ടുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. എങ്ങനെയെന്നാൽ ഈ കമ്മിറ്റി എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? കമ്മിറ്റിയുടെ ആമുഖത്തിൽ പറയുന്നൊരു വാചകം വളരെ കൃത്യമാണ്. ഇത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ചലച്ചിത്ര മേഖലയിൽ സ്ത്രീ ചലച്ചിത്ര പ്രവർത്തകർ നേരിടുന്ന അനീതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. അതിന് പറയുന്നത് ഇങ്ങനെയാണ്: ദിസ് കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ടു സ്റ്റഡി ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ഫിലിം ഇൻഡസ്ട്രി, ദിയർ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് ആൾസോ ടു സജസ്റ്റ് സൊല്യൂഷൻസ് ടു ദിയർ പ്രോബ്ലംസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ചും ആ അന്തരീക്ഷം എന്താണെന്ന് അറിയുന്നതിനെക്കുറിച്ചും അതിനുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമുള്ള ഒരു കമ്മിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റിക്ക് എന്ത് സ്വഭാവമില്ല, ഒരു ജുഡീഷ്യൽ സ്വഭാവമില്ല. അതുകൊണ്ടാണ് നേരത്തെ സ്മൃതി പറഞ്ഞത് ഇതിനകത്ത് എന്താണ് എൻക്വയറി ഓഫ് കമ്മീഷണേഴ്സ് ആക്ടിൻ്റെ പരിധിയിൽ ഈ കമ്മീഷനെ വരയ്ക്കാത്തതിൻ്റെ കാരണം അങ്ങനൊരു കമ്മീഷൻ ആരും മൊഴി നൽകാൻ പോവില്ല. എന്തുകൊണ്ടാണ് മൊഴി നൽകാൻ പോവാത്തത്? ആ മൊഴികളടക്കം സഭയുടെ മേശപ്പുറത്ത് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ മൊഴികൾ സഭയുടെ മേശപ്പുറത്തൊരു പബ്ലിക് ഡൊമൈനിൽ ആക്സസ് ചെയ്താലുള്ള കുഴപ്പം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. എന്താണ്? ഇതിൽ നേരിടുന്ന സൈബർ അറ്റാക്കുകളെ ഇവർ ഇതേപോലെ ഭയപ്പെടുന്നുവെന്നും ആ സൈബർ അറ്റാക്കുകൾക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കരുത് എന്നുള്ളതും ഈ ഹേമ കമ്മിറ്റി നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്, ഒരു ഇരയുടെ ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിരുന്ന പെൻഡ്രൈവ് പോലും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കോടതിയിൽ സുരക്ഷിതമല്ല എന്നത് നമ്മളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ആ മൊഴി നൽകാൻ വന്നിരിക്കുന്ന ആളുകൾ എത്ര തവണ ഈ കമ്മിറ്റി പരസ്യപ്പെടുത്തിയെന്നറിയാമോ? ഡാൻസേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ വന്നൊന്ന് മൊഴി നൽകണം. ഡാൻസർമാർ മൊഴി നൽകാൻ എത്തിയില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞു, നിങ്ങൾ മൊഴി നൽകാൻ എത്തണം. ജൂനിയർ ആർട്ടിസ്റ്റുകൾ മൊഴി നൽകാൻ എത്തിയില്ല. അവർ ഭയന്നിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കമ്മിറ്റിക്കൊക്കെ പോയി ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തു വരുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഭീതിതമായൊരു അന്തരീക്ഷമുണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഭയുടെ മേശപ്പുറത്തേക്ക് വെച്ചൊരു സംശയം ചെയ്യട്ടെ. സഭയുടെ മേശപ്പുറത്തേക്ക് വെച്ചാൽ ഇരയുടെ പേര് ഏത് വിധേനയാണെങ്കിലും പുതിയ നിയമം അനുസരിച്ച് ഇരയുടെ പേരോ വിവരങ്ങളോ പുറത്തുവിടാൻ പാടില്ല. FIR പോലും പാടില്ല. നിയമസഭയിൽ അത് ബാധകമല്ല. നിയമസഭയിൽ എന്താണ്? നിയമസഭയിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. അവിടെ പക്ഷേ ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ റിപ്പോർട്ട് മുഴുവൻ ആക്സസ് ചെയ്യാം ലെജിസ്ലേറ്റേഴ്സിന്. അതാണ് എൻക്വയറി ഓഫ് കമ്മീഷൻ്റെ പ്രശ്നം. അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഇരയുടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രാഷ്ട്രീയ കാരണങ്ങളാലോ മറ്റേതു കാരണങ്ങളാലോ അത് പുറത്തുവിടാം. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അതാണ് അത്രയും സുരക്ഷിതത്വം ഇതിലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇതൊരു കമ്മിറ്റിയായി വരുന്നത്. അവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഞാനിത് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സർക്കാർ എടുത്തിരിക്കുന്നൊരു നിലപാട് പൂർണ്ണമായും ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ സർക്കാർ എടുക്കേണ്ട നിലപാട് എന്താണ്? ഇതിലൊരു FIR ഇടാൻ സർക്കാരിന് ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നാണ് ഞാൻ സംസാരിച്ചതിൽ നിന്ന് ചില നിയമവിദഗ്ധർ പറയുന്നത്. അതിലൊരു സാങ്കേതികത്വമായി അവർ പറയുന്നത് ഇതാണ്: ഇതിലൊരു ഇൻഫോർമെൻ്റ് എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റിയാണ്. ആ ഹേമ കമ്മിറ്റി തന്നെ പറയുന്നു തങ്ങളുടെ ഉദ്ദേശം ഏതെങ്കിലും തരത്തിൽ പരാതി സ്വീകരിക്കലല്ല. ഈ കൊടുത്തിരിക്കുന്ന മൊഴികളൊന്നും തന്നെ ഒരു പരാതിയല്ല, ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലേക്കുള്ള പരാതിയല്ല. അപ്പോൾ ഒരു സ്വാഭാവിക ചോദ്യം വരും, സ്റ്റേറ്റ് തന്നെയല്ലേ ഇതിലൊരു പരാതിക്കാരനാകേണ്ടത്? കാര്യം എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് സ്റ്റേറ്റിനെതിരെയാണ്. ശരിയാണ്, സ്റ്റേറ്റിനെതിരെയാണ്. സ്റ്റേറ്റ് തന്നെയാണ് ആ കുറ്റകൃത്യം അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് സ്റ്റേറ്റ് ഇവിടെ ചെയ്യേണ്ടത് എന്താ? ഒരു FIR ഇട്ട് വരികയല്ല വേണ്ടത്. കാര്യം അവിടെ വരേണ്ടത് ഒരു പ്രാഥമിക അന്വേഷണമാണ്. ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനുള്ള സാധ്യത ഈ കേസ്
കേസിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ ഈ കേസിൽ നമ്മളുടെ സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്നത് കോടതിയെ സമീപിക്കാം. ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ ഇരകളുടെ രഹസ്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് പാർട്ട് 2 അനുബന്ധം. അത് പുറത്തുവിടാൻ കഴിയുമോ ഇല്ലയോ എന്ന ചോദ്യം, അത് ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ കഴിയുമോ? ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാരിന് വേണമെങ്കിൽ തുടർ നടപടികൾ ആലോചിക്കാം. ഈ 2 സാധ്യതകളാണ് മുൻപിലുള്ളത്. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ സർക്കാർ നേരിട്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ സർക്കാർ നേരിട്ട് ഈ കേസെടുത്താലുള്ളൊരു കുഴപ്പം, ഇത് സ്വാഭാവികമായും ഈ തെളിവുകൾ അവിടെ അവർ ഹാജരാക്കേണ്ടി വരും. ഈ കേസ് മൊഴികളിൽ പറഞ്ഞിരിക്കുന്നവർ തന്നെ ഒരു കൺസെൻറ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. തങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇതൊരു സ്റ്റഡി പർപ്പസിനല്ലാതെ മറ്റൊരാവശ്യത്തിനുമായിട്ടല്ല മൊഴി നൽകുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു പഠനാവശ്യത്തിന് വേണ്ടി മൊഴി നൽകുന്ന ഒരു സാഹചര്യത്തിൽ ആ മൊഴിയെ നിങ്ങൾക്കൊരു ലീഗൽ പ്രൊസീജിയറിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കൺസെൻറ്റ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ദാറ്റ്സ് എ ഫാക്ട്. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടു കൂടി കമ്മിറ്റിയുടെ മുൻപിൽ വന്നിരിക്കുന്ന 52 പേരുടെ വിശ്വാസ്യത, ആ വിശ്വാസ്യത സർക്കാർ സംരക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് സംരക്ഷിക്കണോ വേണ്ടയോ? അതായത് ആ ഇരകൾ എന്ന് പറയുന്നവർ ആ കമ്മിറ്റിയിൽ, ആ സംവിധാനത്തിൽ വിശ്വസിച്ച് വന്നിരിക്കുന്നു. ഇനി നാളെ നിങ്ങൾ അതല്ല, ഇതെടുത്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നുവെന്ന് കരുതുക. നാളെ നമ്മൾ ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവരിൽ പലരും ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുക്കാൻ തയ്യാറാകുമെന്ന്? അങ്ങനെ മൊഴി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തയ്യാറാണ്, ഇപ്പോൾ കൊടുക്കണം. 4.5 വർഷമായി കൊടുക്കണം. ഇനി ഇപ്പോഴും കൊടുക്കാം, ഈ നിമിഷവും കൊടുക്കാം. അതിന് പോലീസ് സഹായം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഇരകളുടെ മൊഴി ഇല്ലാതെ നിങ്ങൾക്ക് കേസ് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് പോലീസിന് കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പോലീസിൽ പരാതി കൊടുത്ത ശേഷം ഒത്തുതീർപ്പിന് ശ്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും ഉണ്ടായിട്ടുണ്ട്. ഇനി നോക്കൂ, ഇനി അങ്ങനൊരു കേസ് കൊടുത്താൽ തന്നെ ആ ഇരയാക്കപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ തേടും. ആ ഘട്ടത്തിൽ ആ ഇരയാക്കപ്പെട്ടിരിക്കുന്ന ആൾ മൊഴി കൊടുക്കാൻ തയ്യാറാവണം. ഇനി അവർ മൊഴി കൊടുക്കുന്നില്ല എന്ന് കരുതുക, ഇതെന്നേക്കുമായി നിലയ്ക്കുമെന്ന് മാത്രമല്ല, ഇതെല്ലാം അസംബന്ധമാണ് എന്ന മറ്റൊരു വ്യാഖ്യാനം വരും. ആ മറ്റൊരു വ്യാഖ്യാനം ആരെ പിന്തുണയ്ക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അങ്ങനെ സങ്കീർണമായൊരു നിയമപ്രക്രിയ ഈ ഘട്ടത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റിന് ഡയറക്റ്റായിട്ട് പോയി കേസ് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ കൊടുക്കാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ചാൽ അതെനിക്കിപ്പോഴും വ്യക്തമല്ല. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പോക്സോ കേസ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അത് സ്യൂമോട്ടോ തന്നെ സ്റ്റേറ്റ് കേസെടുക്കേണ്ടതാണ്. അത് പോക്സോ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ തെളിവുകൾ പരിശോധിക്കുമ്പോൾ, എവിഡൻസുകൾ പരിശോധിക്കുമ്പോൾ മാത്രമേ അറിയൂ. പക്ഷേ ഗേൾസ് 18 വയസ്സിന് താഴെയുള്ളവരാണ് എന്നൊരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അതൊരു വ്യാഖ്യാനം മാത്രമാണ്. പക്ഷേ അത് 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും സ്റ്റേറ്റിന് അതിൻ്റെ പുറത്ത് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയില്ല. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അവിടെ കിടപ്പുണ്ട്. കാരണം കമ്മിറ്റിയിൽ മൊഴി കൊടുക്കാൻ വന്നിരിക്കുന്ന ആളുകൾ, അവരുടെ വിശ്വാസത ഇങ്ങനൊരു കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ടല്ല, ഈ സിനിമാ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ ഈ മൊഴികൾ സഹായിക്കുമെങ്കിൽ അതിൽ കഴിയട്ടെ എന്ന ഒരു വിശ്വാസവുമായി എത്തിയിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. നാളെ ഇതേപോലെ മറ്റൊരു കമ്മിറ്റി സർക്കാർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കരുതുക. ഇതേപോലെ മൊഴി നൽകാൻ ആൾ വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അതൊരു പ്രസിഡൻ്റ് ആയിത്തീരും. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പരമാവധി സ്റ്റേറ്റിന് ഈ വിഷയത്തിൽ സാധിക്കുക ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താം, അതല്ലെങ്കിൽ കോർട്ടിനെ സമീപിക്കാം. കോർട്ടിനെ സമീപിച്ചുകൊണ്ട് ഈ കേസിൽ ഇങ്ങനെയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം ഗുരുതരമായ കാര്യങ്ങളുണ്ട്, സെക്ഷൽ അബ്യൂസസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഈ ഇരകൾ ആരും തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല. ഇത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. സ്റ്റേറ്റ് എന്താണ് ചെയ്യേണ്ടത്? കോടതിക്കൊരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ കൊടുക്കാമല്ലോ. സ്വാഭാവികമായും കോടതി കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പരമാവധി സർക്കാരിന് ചെയ്യാൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേസ് എടുക്കണ്ടേ എന്ന ചോദ്യത്തിന് FIR ഇട്ട് കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ പ്രിലിമിനറി ഒരു ഇൻവെസ്റ്റിഗേഷനോ കോടതി വഴി ഈ കേസിനെ സമീപിക്കുകയോ ചെയ്യാം. അതേസമയം തന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് അത്യന്തം ഖേദകരവും നിർഭാഗ്യകരവുമാണ്. ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ടല്ല അത് പഠിക്കേണ്ടത്. ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം അതിനകത്ത് ഇൻഫോംഡ് ആയിരിക്കണം. എന്താണ് തൻ്റെ വകുപ്പിൽ നടക്കുന്നത് എന്ന് അറിയാനുള്ള മിനിമം ബാധ്യതയെങ്കിലും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുണ്ട്. 4.5 വർഷമായിട്ട് ആ റിപ്പോർട്ട് തൻ്റെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ട്. അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കാതിരിക്കാൻ അദ്ദേഹം കാണിച്ച ജാഗ്രത അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. Meet the editors.